വളരെ സിമ്പിളായിട്ട് സ്ലീവിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ട് സ്ലീവ് ഹൈലൈറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ എന്ത് തരം ഡ്രസ്സ് ചെയ്യുമ്പം അതിൽ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട് അല്ലേ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ തയ്ക്കുന്ന സൽവാറിനായിക്കോട്ടെ, ഈവൻ മാക്സിക്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് ഡ്രസ്സിനായി കഴിഞ്ഞാലും അതിന് നല്ല സിമ്പിളായിട്ട് നമുക്ക് സ്ലീവിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതായത് ഇത് ജിൽബാബ് തയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് കൂട്ടുകാർ അത് സ്കിപ്പ് ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മുടെ വീഡിയോസിൽ ഇടയ്ക്കൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് സ്ലീവ് എങ്ങനെയാണ് സിമ്പിളായിട്ട് കുറച്ച് നല്ല മോഡലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതേ സ്റ്റിച്ച് ചെയ്ത സംഭവം തന്നെ റീപോസ്റ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പീസ്, ആ പീസിൻ്റെ എൻഡിലായിട്ട് ഞാനിതാ ഇതുപോലെ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വീതിയിൽ തന്നെ ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിസൈൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ 15 ഇഞ്ച് നീളം എടുത്ത ഒരു സ്ലീവിൽ നിങ്ങൾക്ക് യൂഷ്വലി 15 ഇഞ്ചാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്തിട്ട് ഒരു 17 ഇഞ്ച് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ എൻഡിലായിട്ട് ഒരു ലേസ് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷണലായിട്ട് വെക്കാം കേട്ടോ. ഞാനിത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ, നമ്മളിത് ജിൽബാബ് സ്റ്റിച്ച് ചെയ്ത വീഡിയോ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നിസ്കാരമൊക്കെ ഉപ്പായൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മാത്രമല്ല നമ്മളിത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടി, നല്ല രീതിയിൽ ഫീഡ്ബാക്ക് കിട്ടി, നല്ല രീതിയിൽ സെയിലായ മൂവിങ് ആയ ഒരു ഐറ്റം ആയിരുന്നു നമുക്ക് ഈ പ്രാവശ്യം ഈ ഒരു ജിൽബാബ് കേട്ടോ, നോമ്പിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കമൻറ്റ് എഴുതുക, നമ്മളതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ ഉൾവശത്തോട്ടായിട്ട്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വശത്തോട്ടായിട്ട് ഇതുപോലെ ക്ലോത്ത് മടക്കിയിട്ട് എൻഡിലായിട്ട് ഞാനിതാ ഉൾവശത്താണ് കേട്ടോ, നല്ല വശത്തല്ല ഉൾവശത്തോട്ടാണ് ഈ ഒരു ലേസിൻ്റെ ബാക്ക് പോർഷനാണ് വെച്ച് കൊടുക്കുന്നത്. അതായത് ഫ്രണ്ട് പോർഷൻ ഈ ഒരു ഭാഗത്ത് കാണും കേട്ടോ, നല്ല വശത്തോട്ട് കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഒരു ലേസ് പിന്നീട് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഫസ്റ്റ് തന്നെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങോട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ആ ഒരു ലേസ് വെക്കുക അല്ലെങ്കിൽ അത് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള ആ ഒരു പണി അങ്ങ് ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് വേണം ചൂസ് ചെയ്യാനായിട്ട്. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഫാക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതത്ര നന്നാവണം എന്നില്ല. എന്നാലും റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ അങ്ങനെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്താ പറയുക, ഓരോ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ടല്ലേ ബെറ്റർ ആവുക അല്ലേ. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് മാക്സിമം ബെറ്റർ ആക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് ഫോൾഡ് ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ എൻഡിലായിട്ട് ഞാൻ ലേസ് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീണ്ടും ഒരു ലേസ് വെക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ള ആ ഒരു പണി അങ്ങ് ഒഴിവായി കിട്ടും കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഈ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഫോൾഡ് ചെയ്ത ആ ഒരു ഭാഗം ഒന്നുകൂടെ ഒരു ഫോൾഡ് ഉള്ളിലോട്ട് ഒരു ചെറിയൊരു ഫോൾഡ് കൊടുത്തിട്ട് വീണ്ടും അതങ്ങോട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്കത് അവിടെ കിട്ടും. കണ്ടില്ലേ, ഇതാ കരയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ലേസും അവിടെ അറ്റാച്ചായി നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനാണുള്ളത്. അപ്പോൾ ആ ഒരു ഇലാസ്റ്റിക് വെക്കുന്നതിനായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഒരു ഭാഗത്തിൻ്റെ എൻഡ് പോർഷൻ അതൊന്ന് ഞാനൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ മറക്കാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും പെട്ട കൂട്ടുകാർക്കോ ആർക്കെങ്കിലും നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്യുക കേട്ടോ. മാത്രമല്ല നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് മാത്രമേ നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ എൻഡ് ഭാഗം, അതായത് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം വീണ്ടും ഒരു ചെറിയൊരു ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റത്തോട്ട് വെക്കുന്ന എലാസ്റ്റിക് കുറച്ചുകൂടെ ഉൾവശത്തോട്ടായിട്ട്, അതായത് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഉൾവശത്തോട്ടായിട്ട് ഇലാസ്റ്റിക് വെക്കുന്ന രീതിയാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്.
അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, സൽവാറിനായിക്കോട്ടെ, ഫ്രോക്കിനായിക്കോട്ടെ, ഈവൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫുൾ സ്ലീവ് വരുന്ന നൈറ്റിക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം ഈസി ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോസായിട്ട് യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. പിന്നീട് എനിക്കതിൻ്റെ തുടർ വീഡിയോസൊക്കെ ഇടാനുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഓരോ പടിപടിയായിട്ട് ഞാൻ ഓരോ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് പുറത്തുള്ള കുറച്ച് ഡ്രസ്സൊക്കെ തയ്ച്ച് കൊടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ടൈം അതിന് പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് വീഡിയോസ് എടുക്കാത്തതും സ്പെഷ്യലായിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ അതേ 2 സ്റ്റിച്ച് നമ്മൾ ചെയ്തല്ലോ, ആ സ്റ്റിച്ചിൽ കൂടി നമ്മൾ എത്രയാണോ സ്ലീവിൻ്റെ വീതി എടുത്തേക്കുന്നത് ആ വീതിയുടെ പകുതി, അതായത് ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡ് ചെയ്തതിൻ്റെ ഭാഗമാണ് നമുക്ക് കിട്ടുക. അതായത് വീതിയുടെ പകുതി, ഫുൾ വീതിയുടെ പകുതി. ഓക്കെ, ആ വീതിയുടെ പകുതിയാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നത്. എന്നിട്ട് ആ 2 സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് കടത്തി വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്താ പറയുക, ഫ്രില്ലോട് കൂടിയിട്ടുള്ള എന്നാലോ നമുക്ക് ഇലാസ്റ്റിക്കായിട്ട് വലിച്ചു കൊടുക്കാനും പറ്റും. നമ്മുടെ കയ്യിലായിട്ട് അതങ്ങ് ഫിറ്റായി കിടക്കുകയും ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവട്ടെ ഈ ഒരു സ്ലീവ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇലാസ്റ്റിക് വേണ്ട എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഫോൾഡൊക്കെ ചെയ്തിട്ട് ഈ ഒരു മെത്തേഡ് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓൾറെഡി അറിയുന്നവർ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു സംഭവം അറിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റിനായിട്ട് ഞാനിവിടെ എപ്പോഴും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ കാര്യം മറക്കരുത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നീട് റിപ്ലൈ തരാൻ ആർക്കെങ്കിലും വൈകിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ എന്തായാലും എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ, ഇച്ചിരി വൈകിയാലും. അപ്പോൾ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇലാസ്റ്റിക് കയറ്റിയ ഫസ്റ്റ് ഭാഗം നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അതവിടെ കിടക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് 2 സൈഡും നല്ല രീതിയിൽ ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്ലീവ് 2 സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള, നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്ലീവ് ഡിസൈനാണ് കേട്ടോ ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു കമൻറ്റ്സ് ചെയ്തു കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് കൂട്ടുകാർ നൈറ്റിയുടെ തന്നെ വീഡിയോസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നൈറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല സൽവാറിൻ്റെ സൈസും കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റോട് കൂടിയിട്ട് തന്നെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചാനലൊന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ അതിനൊന്ന് കമൻറ്റ്സ്, ഒരു ഹാർട്ടാണെങ്കിലും ഒരു കമൻറ്റ്സ് അങ്ങ് എഴുതാൻ ശ്രമിച്ചു. എനിക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് അതിന് ഒരുപാട് ഹെൽപ്പാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വീഡിയോസ് ഇടാതിരിക്കുമ്പോൾ നമുക്കത് പലർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ വ്യൂസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ്സ് എഴുതുക എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.